മലയാളത്തിൽ എക്കാലത്തെയും അണ്ടർറേറ്റഡ് ആയ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഏതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ഉത്തരം VK പവിത്രൻ സംവിധാനം ചെയ്ത ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ദുരന്തത്തിലൂടെയാണ്. പ്രശസ്ത കവയിത്രിയും സമ്പന്നനായ പ്ലാന്റർ മാത്യുവിന്റെ ഭാര്യയുമായ സെലീന ഒരു സാധാരണ ദിവസം സ്വയം വെടിവെച്ച് ജീവൻ ഒടുക്കുന്നു. അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെ മാത്യുവിനെ ഈ ഒരു ദുരന്തം വലിയ മാനസിക വിഷമത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനായി മാത്യു തന്റെ സുഹൃത്തും ഡൽഹിയിലെ പ്രശസ്ത മാധ്യമപ്രവർത്തകനുമായ ബാലചന്ദ്രനെ ചുമതലപ്പെടുത്തുകയാണ്. തുടർന്ന് ബാലചന്ദ്രൻ നടത്തുന്ന അന്വേഷണമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഹെൽപ്പ് അതാണ്. ആരെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്റെ പേപ്പേഴ്സ്, അവളുടെ പേപ്പേഴ്സ്, ഗോ ത്രൂ എവരിതിങ്. സെലീനയുടെ കുട്ടിക്കാലത്തെ ഊട്ടിയിലെ സ്കൂൾ ബോർഡിംഗ് ജീവിതത്തിലേക്കും ഡയറി താളുകളിലേക്കും നീളുന്ന ഈ അന്വേഷണം ഒടുവിൽ ചെന്നെത്തുന്നത് ട്വിസ്റ്റുകൾ നിറഞ്ഞ സമൂഹം മൂടിവെക്കാൻ ശ്രമിച്ച ഒരു രഹസ്യത്തിലേക്കാണ്. വിശ്വപ്രസിദ്ധ എഴുത്തുകാരി ഡാഫ്നി ഡി മോറിയറുടെ നോ മോട്ടീവ് എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് MT ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയത്. വിദേശ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ മിസ്റ്ററി കഥയെ ഒട്ടും ചോർന്നു പോകാതെ കേരള സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് MTക്ക് മാറ്റി എഴുതാൻ സാധിച്ചു. സാധാരണ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമകളിൽ കാണാറുള്ളത് പോലെ ചോരക്കളങ്ങളോ പോലീസോ ഒന്നും ഈ സിനിമയിൽ കാണാനാവില്ല. മറിച്ച് ഒരു ജേർണലിസ്റ്റിക് ശൈലിയിലുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഈ സിനിമയിൽ നമുക്ക് കാണാനാവുന്നത്. ഓരോ കാലക്കേടെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്റെ ചുപ്പാമണി. ഉള്ള ബിസിനസ് നോക്കി സമാധാനമായിട്ടിരിക്കേണ്ട കാലത്ത് ഓരോ ഗതികേട് വന്ന് ആലോചിക്കുമ്പോൾ കിടന്ന ഉറക്കം വരികയല്ല. സുകുമാരൻ അവതരിപ്പിക്കുന്ന മാത്യു എന്ന കഥാപാത്രത്തിന്റെ ആവശ്യപ്രകാരം മമ്മൂട്ടി അവതരിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകനായ ബാലേന്ദ്രൻ നടത്തുന്ന അന്വേഷണം അത് ചെന്ന് എത്തുന്നത് സുബർണ ആനന്ദ് അവതരിപ്പിക്കുന്ന സെലീന ജോസഫ് എന്ന കഥാപാത്രത്തിന്റെ ഭൂതകാലത്തിലേക്കാണ്. ഈ യാത്രയിൽ സെലീനയുടെ സുഹൃത്തായ പാർവതി അവതരിപ്പിക്കുന്ന ശ്യാമള മേനോൻ എന്ന കഥാപാത്രത്തിലൂടെ പല രഹസ്യങ്ങളും ചുരുളഴിയുന്നു. ഊട്ടി, മൈസൂർ, കോട്ടയം എന്നീ മനോഹരമായ ലൊക്കേഷനുകളിൽ ഷൂട്ട് ചെയ്ത ഈ സിനിമ ആളുകളുടെ ഓർമ്മകളിലൂടെ ഒരു മനുഷ്യന്റെ ഭൂതകാലത്തിലേക്ക് പോകുന്ന ഒരു പ്രത്യേക ശൈലിയാണ് കഥ പറച്ചിലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജോൺസൺ മാഷ് ആണെങ്കിലും സെലീനയുടെ കവിതകൾക്ക് ഈണം പകർന്നിരിക്കുന്നത് വിദ്യാധരൻ മാസ്റ്ററാണ്. ഇത് കഥാപാത്രങ്ങളുടെ ആഴം കൂടുതൽ കൂട്ടാനായി സഹായിച്ചു. കൂടാതെ അക്കാലത്തെ സമൂഹം ചർച്ച ചെയ്യാൻ മടിച്ചിരുന്ന കൗമാരപ്രായത്തിലെ ട്രോമകൾ, മാനസികാരോഗ്യം, സാമൂഹിക വേർതിരിവുകൾ എന്നിവയെല്ലാം വളരെ ധീരമായി ഈ സിനിമ സംസാരിച്ചു. പ്രധാന താരങ്ങളുടെ തകർപ്പൻ പെർഫോമൻസുകൾ കൊണ്ട് സമ്പന്നമായ ഈ ഒരു സിനിമ കേവലം ഒരു കൊലപാതക രഹസ്യം എന്നതിലുപരി മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. തിയേറ്ററിൽ വലിയ വിജയമായിരുന്നില്ലെങ്കിലും OTTയിലൂടെയും TV സ്ക്രീനുകളിലൂടെയും ഇന്നും ആളുകൾ കണ്ട് ചർച്ച ചെയ്യുന്ന ഒരു കൾട്ട് ക്ലാസിക് തന്നെയാണ് ഉത്തരം.